ഹായ് ഹലോ മിനി മേക്കർ ബൈ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഷൂസ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ ഫസ്റ്റ് അത്യാവശ്യം പഴക്കമുള്ള ചെളിയും കറയൊക്കെ ഉള്ള ഒരു ഷൂ ആണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. ഇതും ഏറെക്കുറെ നന്നായിട്ട് ഉപയോഗിക്കാറുള്ളൊരു ഷൂ തന്നെയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ആദിമോളുടെ ഷൂ ആണ്. അതിൽ വലിയ രീതിക്കുള്ള ചെളിയും കാര്യമൊന്നുമില്ല. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് വൈറ്റ് ടൂത്ത് പേസ്റ്റാണ്. ഇത് ഷൂ ക്ലീൻ ആക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അതിലേക്ക് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അപ്പക്കാരാണ്. പിന്നീട് വേണ്ടത് സോപ്പ് പൊടിയാണ്. അത് നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പഴയ ബ്രഷ് എടുത്ത് നന്നായിട്ട് ഇളക്കി ഈ പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാ ഇപ്പോൾ ഏകദേശം ഇങ്ങനൊരു പരുവത്തിലേക്ക് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയാൽ നമുക്കത് ഷൂവിൽ അപ്ലൈ ചെയ്യുമ്പം അത് പിടിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം ഇതാ ഇങ്ങനൊരു കൺസിസ്റ്റൻസി ലെവലിൽ ആണ് നമുക്ക് ഈ പേസ്റ്റ് വേണ്ടത്. അതിനുശേഷം ഒരു കോട്ടൺ തുണി നനച്ചെടുത്ത് ഷൂ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം. ഈ തുടച്ച് വെച്ച ഷൂവിലേക്കാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് തന്നെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കണം. ഇങ്ങനൊരു ക്ലീനിങ് നിങ്ങളെ ഷൂസിന് പറ്റുമോ അല്ലെങ്കിൽ യോജിച്ചതാണോ എന്നറിയാനായിട്ട് നിങ്ങളെ ഷൂവിൻ്റെ ലൈസ് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രീമിൽ മുക്കി പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ ലെതർ ഷൂസൊക്കെ പോളിഷ് ചെയ്യാനായിട്ട് തണുത്ത പാല് മാത്രം മതി. ഒരു കോട്ടൺ ക്ലോത്തിൽ തണുത്ത പാല് മുക്കിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. ഈ ലെതർ ഷൂസിനൊക്കെ നല്ല തിളക്കം കിട്ടും. നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഷൂ ആണിത്. ഇതിലൂടെ തന്നെ ഒരുപാട് വ്യത്യാസം കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്കിത് ഫോണിലൂടെ എത്രത്തോളം വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെയുള്ള മറ്റൊരു പ്രശ്നമാണ് ഏത് ബ്രാൻഡഡ് ഷൂ ഉപയോഗിച്ചാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്നൊരു ബാഡ് സ്മെൽ ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അതില്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ നമുക്ക് ആവശ്യമാണ്. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ മാത്രം മതി. ഇതിന് പ്രത്യേകമായിട്ട് ഒരു സ്മെല്ലൊന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ബാഡ് സ്മെല്ലെല്ലാം തന്നെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ ബേക്കിംഗ് സോഡയ്ക്കുണ്ട്. ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് നന്നായിട്ട് പൊതിഞ്ഞു കെട്ടി, ഞാനിവിടെ ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ടുള്ളത്. ഇതുപോലെ ഷൂസിനുള്ളിലേക്ക് വെക്കണം. ഒരു രാത്രി ഫുൾ ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രാവിലെ ഷൂ ഉപയോഗിക്കുന്ന ടൈമിൽ ആ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഷൂ ഉണ്ടാവും. അതുപോലെ ബേക്കിംഗ് സോഡയുടെ ഈ ഒരു പൊതി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ ഷൂ അമ്മമാർക്ക് ഉണങ്ങാൻ ബുദ്ധിമുട്ടാവുന്നത് കാരണം ഡെയിലി കഴുകാനായിട്ടൊന്നും പറ്റാറുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലും നന്നായിട്ടുണ്ടാവും. അപ്പം അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പായിരിക്കും ഇത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.